നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇഷ്ടമല്ലാത്തവരായി ആരും തന്നെയില്ല. ഇത് സത്യമാണ്. കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഒരുപോലെ ഇഷ്ടമുള്ള വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. അതിന് പ്രധാന കാരണം തന്നെ എന്തെങ്കിലും ചോദിച്ചാൽ ചിലരെയൊക്കെ പോലെ കടക്കപ്പുറത്ത് എന്ന് പറയാത്തത് തന്നെയാണ്. മോദിയുടെ മുന്നിൽ വരുന്ന അതിപ്പോൾ ആരായാലും അവരെ കേൾക്കാനുള്ള മനസ്സുകൂടെയുള്ള വ്യക്തിയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇത് പലരും പല സാഹചര്യങ്ങളിലും വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇപ്പോഴത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രിയതമയുടെ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത്. വാൻസിന്റെ ഭാര്യ ഉഷ വാൻസിന് ഇപ്പോഴും ഇന്ത്യ സന്ദർശനം അവിസ്മരണീയമാണ്. ഒരു മാസം മുൻപ് ഇന്ത്യയിൽ നടത്തിയ സന്ദർശനം ഇന്നും ഇന്ത്യക്കാരി കൂടിയായ ഉഷ വാൻസിനും മക്കൾക്കും മറക്കാനാവാത്ത അനുഭവമാണ്. ഇന്ത്യ ഇതുവരെ സന്ദർശിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും മക്കളുടെ മനസ്സിൽ കഥകളായും ബന്ധങ്ങളായും വളരെ സജീവമായ ഓർമ്മയാണ് ഇന്ത്യ. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കൂടിയായ ഭർത്താവ് JD വാൻസിനും മക്കളും ഒത്ത് തന്റെ ജന്മനാടായ ഇന്ത്യ സന്ദർശിച്ചതിന്റെ അനുഭവം അമേരിക്കയിലെ ഒരു TV ചാനലുമായി പങ്കുവെക്കുകയായിരുന്നു ഉഷ വാൻസ്. ആ യാത്രയിൽ തന്റെ കുട്ടികൾക്ക് ഏറ്റവും ആകർഷകമായ അനുഭവം വെള്ളത്താടിയും വെള്ളത്തലമുടിയുമുള്ള മോദിയാണെന്നും ഉഷ വാൻസ് പറയുന്നു. മോദിയുമായി കുട്ടികൾ വളരെ വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചുവെന്നും ഉഷ വാൻസ് പറഞ്ഞു. അദ്ദേഹത്തെ കണ്ടയുടൻ തന്നെ തന്റെ മക്കൾ അദ്ദേഹത്തെ സ്വന്തം അപ്പൂപ്പനാണെന്ന നിലയ്ക്ക് കണക്കാക്കിയിരുന്നു. അദ്ദേഹത്തെ മക്കൾ കെട്ടിപ്പുണർന്നുവെന്നും ഉഷ വാൻസ് പറയുന്നു. നേരത്തെ ആദ്യ സമാഗമത്തിൽ തന്നെ മോദി തന്റെ 5 വയസ്സായ മകന് ജന്മദിന സമ്മാനം നൽകിയിരുന്നു. ഇന്ത്യയിൽ എത്തിയപ്പോൾ തന്റെ മക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സ്നേഹത്തോടെയാണ് ഓടിക്കയറിയത്. അദ്ദേഹത്തെ കെട്ടിപ്പുണർന്നു. അതിൽ അദ്ദേഹത്തിന്റെ ഉദാര മനസ്കതയും ദയാവായ്പും പ്രകടമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതേസമയം ഇവർ പൊതുപരിപാടികളിലും മറ്റും അത്ര സജീവമല്ലായിരുന്നെങ്കിലും ഭർത്താവിന്റെ രാഷ്ട്രീയ യാത്രയിൽ ഉഷയുടെ സ്വാധീനം വളരെ പ്രകടമായിരുന്നു. ഗ്രാമീണ അമേരിക്കയിലെ സാമൂഹിക സമരങ്ങളെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കാൻ JD വാൻസിനെ സഹായിക്കുന്നതിൽ ഉഷ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഇത് പിന്നീട് വാൻസിന്റെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട ഓർമ്മക്കുറിപ്പായ ഹിൽബില്ലി എൽജിയുടെ അടിത്തറയായി. ഈ പുസ്തകത്തെ ആസ്പദമാക്കി റോൺ ഹോൾഡ് 2020 ഇതേ പേരിൽ ഒരു സിനിമയും ഇറക്കി. വെബ് ഡെസ്ക് തത്തുമൈ TV.